ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. 10 മിനിറ്റ്സ് ടു പാസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് കേരള PSCയുടെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 2021 എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കൂടാതെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ്, അതേപോലെ ഓവർസിയർ ഗ്രേഡ് 1 ഗ്രേഡ് 2 പോസ്റ്റ്, അങ്ങനെ മെക്കാനിക്കൽ റിലേറ്റഡ് ഒത്തിരി പോസ്റ്റുകൾ, വിവിധ തരങ്ങളിലുള്ള പോസ്റ്റുകൾ 2021 വിളിക്കാനുള്ളൊരു പോസിബിലിറ്റി മുന്നിൽ കണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ മെക്കാനിക്കൽ റിലേറ്റഡായിട്ട് ഇതുവരെ ചോദിച്ചിരിക്കുന്ന കേരള അല്ലാതെ തന്നെ പല ഇന്ത്യയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള PSCകളിൽ സോഫാർ ചോദിച്ചിരിക്കുന്ന ഒരു വലിയൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കാൻ നോക്കുക. അത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യനും ആസ് വെൽ ആസ് ആൻസേഴ്സും നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്ത് പഠിക്കുക. ആ ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും മാത്രം ടിക്ക് ചെയ്ത് പോകുന്നതല്ല, കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് എക്സാം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എക്സാമിന് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നതിനേക്കാളും നമുക്ക് ജോലി ഉറപ്പാക്കാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് കേരള PSC എന്ന് മാത്രമല്ല, മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ മുതൽക്കൂട്ടാവുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം കിങ് ഓഫ് മെക്കാനിക്കൽ അങ്ങനെയൊക്കെ ഒന്ന് പറയാം ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, തിയറി ഓഫ് മെഷീൻസ്, മെഷീൻ ഡിസൈൻ, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ട് പോയാലേ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ നോട്ടിഫിക്കേഷൻസ് എപ്പോഴാണോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടും ആ വീഡിയോ അന്നേരം തന്നെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ ക്ലിക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ടേക്സ് പ്ലേസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഗ്യാസ് നെയ്തർ ഗീവ്സ് ഹീറ്റ് ഓർ നോർ ടേക്സ് ഹീറ്റ് ഫ്രം ഇറ്റ് സറൗണ്ടിങ് ദ പ്രോസസ് ഇറ്റ് ടു ബി. ഓക്കെ, ഞാനൊരു ഗ്യാസ് എടുക്കുന്നു. ആ ഗ്യാസ് ഒരു പ്രോസസ്സ് നടക്കുന്നു. ആ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഗ്യാസിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് പോകുന്നില്ല, ഗ്യാസ് പുറത്തുനിന്നും ഹീറ്റ് ഉള്ളിലേക്ക് എടുക്കുന്നുമില്ല. സോ നമുക്ക് എന്താ സിസ്റ്റം? അതൊരു ഇൻസുലേറ്റഡ് സിസ്റ്റമാണ്. ഇൻസുലേറ്റഡ് സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് പോകത്തില്ല, ഹീറ്റ് അകത്തേക്ക് വരത്തുമില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇതിലേതാണ്? ഐസോതെർമൽ ആണോ, അഡൈബാറ്റിക് ആണോ, ഐസോബാറിക് ആണോ, ഓർ നൺ ഓഫ് ദീസ് ആണോ? ഇതിൽ ആൻസർ വരുന്നത് ദാറ്റ് ഈസ് അഡൈബാറ്റിക് ആണ്. എന്തുകൊണ്ട് അഡൈബാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് ഡെൽറ്റ Q ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, വേർ Q ഇസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ. സോ അഡൈബാറ്റിക് സിസ്റ്റത്തിന് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവത്തില്ല. ഇനി വാട്ട് ഈസ് ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഐസോതെർമൽ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഐസോബാറിക് എന്താ? ഐസോബാറിക് മീൻസ് പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സോ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പ്രഷറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഐസോബാറിക് ആയിരിക്കും. എന്താണ് ഐസോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സെയിം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇറ്റ് ഈസ് അഡൈബാറ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ PV is equal to MRT is essentially valid for perfect gas, real gas, monoatomic gas, mixture of gases. PV is equal to MRT എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്. ഫ്രം +1 ഇറ്റ്സെൽഫ് നമ്മൾ പഠിക്കുന്നുണ്ട് PV equal to MRT. ഈ PV is equal to MRT അത് P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, V എന്ന് പറഞ്ഞാൽ ദ വോളിയം ഓഫ് ഗ്യാസ്, M is equal to mass of gas, R equal to the characteristic gas constant, T equal to temperature of gas. ഈ ഒരു ഇക്വേഷൻ എന്തിനെ കാണിക്കുന്നു അല്ലെങ്കിൽ എന്തിന് വാലിഡ് ആവുന്നു? പെർഫെക്റ്റ് ഗ്യാസിനാണോ, റിയൽ ഗ്യാസിനാണോ, മോണോഅറ്റോമിക് ഗ്യാസാണോ, മിക്സർ ഓഫ് ഗ്യാസാണോ? പെർഫെക്റ്റ് ഗ്യാസിനാണ്. ഇതിൻ്റെ ഉത്തരം പെർഫെക്റ്റ് ഗ്യാസാണ്. പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്ത്? പെർഫെക്റ്റ് ഗ്യാസ് എന്നാൽ എല്ലാ ഗ്യാസ് ലോസും, മെയിനായിട്ട് 3 ഗ്യാസ് ലോസാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ. അങ്ങനെ ഈ 3 ഗ്യാസ് ലോസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിനെ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാത്തിനെയും ഒബേ ചെയ്യുന്ന ഒരു ഗ്യാസാണ് പെർഫെക്റ്റ് ഗ്യാസ്. അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല. അങ്ങനെ ഒരു ഗ്യാസ് റിയലി അത് ഒരു ഹൈപ്പോതെറ്റിക്കൽ കേസാണ്. അങ്ങനെ ഒരു ഗ്യാസ് നിലനിൽക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഗ്യാസ് ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ PV equal to MRT എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ പെർഫെക്റ്റ് ഗ്യാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ P plus A/V² into V minus B is equal to RT is known as. ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ, മാക്സ്വെൽസ് ഇക്വേഷൻ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഇക്വേഷൻ, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ P plus A/V² into V minus B is equal to RT. അപ്പോൾ ഇത് എന്തിനോട് സിമിലർ ആയത്? ഇത് PV equal to NRT അല്ലെങ്കിൽ PV equal to MRTയോട് സിമിലർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? ആ Pയുടെ കൂടെ ഒരു A/V² കൂടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്.
അതിൻ്റെ കൂടെ വിയിൽ നിന്നും ഒരു ബി എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി മൈനസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ടോട്ടലി അവിടെ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത്. അതിനോട് ആർ ടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് പി വി ഈക്വൽ ടു എം ആർ ടിയോട് സിമിലർ ആണ്. ഓക്കെ, അപ്പം എന്താണ് ശരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാൻ ഡെർ വാൾസ് ഗ്യാസ് ഇക്വേഷൻ ആണ്. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പി വി ഈസ് ഈക്വൽ ടു എം ആർ ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, പേര് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ഐഡിയലി, അത് ഐഡിയൽ ഗ്യാസുകൾക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, റിയൽ ഗ്യാസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ആ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് പല ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻസിനെ അതും കൂടെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു ഇക്വേഷനാണ് പി പ്ലസ് എ ബൈ ബി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ടി. അതിൽ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, ബി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് ആണ് എയും ബിയും. ബാക്കി പി എന്ന് പറഞ്ഞ പ്രഷർ, വി എന്ന് പറഞ്ഞ വോളിയം, പിന്നെ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ടെമ്പറേച്ചർ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഇൻ ആൻ ഓപ്പൺ തെർമോഡൈനാമിക് സിസ്റ്റം മാസ് ട്രാൻസ്ഫർ, ഓപ്പൺ തെർമോഡൈനാമിക് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഓപ്ഷൻസ്: മാസ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്, എനർജി ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്, ബോത്ത് മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്, നോ ചേഞ്ച് ടേക്ക് പ്ലേസ്. അപ്പോൾ ഈ ഓപ്ഷനകത്ത് ഏതാണ് സംഭവിക്കുന്നത്, എന്താണ് ഓപ്പൺ സിസ്റ്റം എന്നുള്ളത് നോക്കണം. ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്താണ്? തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ദാറ്റ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ പഠിക്കാനായിട്ട് എടുക്കുന്ന ഒരു സിസ്റ്റം, എനിക്കതിനെപ്പറ്റി ഒന്ന് അറിയണം, ഞാൻ അതിനു വേണ്ടി പഠിക്കാൻ എടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ് തെർമോഡൈനാമിക് സിസ്റ്റം. ആ തെർമോഡൈനാമിക് സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫർ ആസ് വെൽ ആസ് മാസ് ട്രാൻസ്ഫറിനെ അനുസരിച്ച് എനിക്ക് 2 ആയിട്ട് അല്ല 3 ആയിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നു: ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി ഇവിടുത്തെ കേസിൽ ഓപ്പൺ സിസ്റ്റത്തിൻ്റെ കാര്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്പൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സോ ബോത്ത് മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമത് ഈ ഒരു ഓപ്പൺ സിസ്റ്റം എക്സാമ്പിൾ പറയുന്നത്, ഒരു ചൂടുവെള്ളം ഞാനൊരു തുറന്ന ഒരു ഗ്ലാസ്സിലെടുത്ത് വയ്ക്കുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിയുമ്പം ഈ ചൂടുവെള്ളം നീരാവിയായിട്ട് കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്, ആണല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മാസ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നുണ്ട്. ഈ ചൂടുവെള്ളം കുറച്ച് കഴിയുമ്പോൾ തണുക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഹീറ്റും പോയില്ലേ, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായി. സോ മാസ് ട്രാൻസ്ഫർ ആസ് വെൽ ആസ് ഹീറ്റ് ട്രാൻസ്ഫറും കൂടെ നടക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് വാട്ട് ഈസ് ക്ലോസ് സിസ്റ്റം. ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനം, ഈ പറഞ്ഞ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ആ ചൂടുവെള്ളത്തിന് ഞാൻ ഒരു അലുമിനിയം ഒരു സ്റ്റീലിൻ്റെ ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചു. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിന് തണുക്കും, അത് ചൂട് പോയിരിക്കും. പക്ഷേ ആ ഒരു ആ ഒരു ലിഡ്, ആ ഒരു അടപ്പിൻ്റെ താഴെ എനിക്ക് അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ മാസ് ട്രാൻസ്ഫർ ഉണ്ടായോ? ഇല്ല, മാസ് ട്രാൻസ്ഫർ ഉണ്ടായില്ല, പക്ഷേ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായി. സോ മാസ് ട്രാൻസ്ഫർ ഈസ് നോട്ട് ദെയർ ബട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ദെയർ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്ലോസ് സിസ്റ്റം. ഇനി ലാസ്റ്റ് സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ രണ്ടും നടക്കുന്നില്ല, അതായത് മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം ഇറ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ. അങ്ങനെ ഒരു സിസ്റ്റം ആക്ച്വലി നിലനിൽക്കുന്നില്ല. ഓർസാറ്റ് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ അനലൈസിങ്. ഓർസാറ്റ് അപ്പാരറ്റസ് നമ്മൾ എവിടെയാണ് ഐസി എൻജിൻസ് റിലേറ്റഡൊക്കെ പഠിക്കുന്നതാണ് ഓർസാറ്റ് അപ്പാരറ്റസ്. ഈ ഓർസാറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലൂ ഗ്യാസസ് മീൻസ് നമ്മുടെ കമ്പസ്റ്റ്യൻ ചേമ്പറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു കമ്പസ്റ്റിന് ശേഷം വരുന്ന പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ എക്സോസ്റ്റ് ഗ്യാസിന് വിളിക്കുന്ന പേരാണ് ഫ്ലൂ ഗ്യാസസ്. ആ ഫ്ലൂ ഗ്യാസസിലുള്ള കോമ്പോണൻസ് എന്തുമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓർസാറ്റ് അപ്പാരറ്റസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം ഡിഫറൻറ്റ് സൊല്യൂഷൻസ് ആണ്. ആ സൊല്യൂഷൻസിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സാധാരണയായിട്ട് ഫ്ലൂ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പിന്നെ ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലൂ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എനിക്ക് അറിയാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇൻ ദ ഓർസാറ്റ് അപ്പാരറ്റസ് ദ KOH സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ടു അബ്സോർബ്. KOH സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ KOH സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ 3 സൊല്യൂഷൻസ് ഉള്ളതിൽ അതിലൊന്നാണ് KOH സൊല്യൂഷൻ. ഈ KOH സൊല്യൂഷൻ ഞാൻ പറഞ്ഞു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്യാസുകളെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ KOH സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡിനെ ആയിരിക്കും. ഓക്കെ, KPSC AE 2015 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മറക്കാതെ പഠിക്കണം. കേരള PSCയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2015. അടുത്തത് ഇൻ ആൻ ഓപ്പൺ തെർമോഡൈനാമിക് സിസ്റ്റം. അത് കണ്ടില്ലേ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ, ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ബോത്ത് മാസ് ട്രാൻസ്ഫർ ആൻഡ് എനർജി ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്. രണ്ട് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്നാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ സിസ്റ്റം ഓപ്പൺ സിസ്റ്റത്തിൽ എനർജി ട്രാൻസ്ഫർ ആസ് വെൽ ആസ് വർക്ക് ട്രാൻസ്ഫർ രണ്ടും നടക്കുന്നുണ്ട്. ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ എനർജി ട്രാൻസ്ഫർ
ബട്ട് നോ വർക്ക് ട്രാൻസ്ഫർ. ക്ലോസസ്റ്റ് നിന്നും വർക്ക് ട്രാൻസ്ഫർ പോകുന്നില്ല. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഇവിടെ ഹീറ്റാണ് വരുന്നത്. നമ്മുടെ എനർജി ട്രാൻസ്ഫർ ഓർ മാസ് ട്രാൻസ്ഫർ. ഒരു ക്ലോസസ്റ്റിനകത്ത് മാസ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ നമുക്ക് രണ്ടും മാസ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല, അതേപോലെ എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല. ഇവിടെ വർക്കിന് വരെ മാസാണ് എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, കലോറിഫിക് വാല്യൂസ് ഓഫ് ഗേഷ്യസ് ഫ്യൂവൽസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. കലോറിഫിക് വാല്യൂ എന്താണ്? കലോറിഫിക് വാല്യൂ മീൻസ് ഒരു കമോണോ അല്ലെങ്കിൽ 1 gram ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ 1 kilogram ഓഫ് ഗ്യാസ് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മച്ച് എമൗണ്ട് ഓഫ് എനർജി ഈസ് ലിബറേറ്റിംഗ്. ഹൗ മച്ച് എമൗണ്ട് ഓഫ് എനർജി ഈസ് ലിബറേറ്റിംഗ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെയാണ് ഈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗേഷ്യസ് ആയിട്ടുള്ള ഫ്യൂവൽസിൻ്റെ കലോറിഫിക് വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടി ഔട്ട് ഓഫ് ദിസ് ബോം കലോറിമീറ്റർ, ചങ്കേസ് കലോറിമീറ്റർ, സെപ്പറാനി കലോറിമീറ്റർ, ത്രോട്ട്ലിംഗ് കലോറിമീറ്റർ ആൻഡ് ഔട്ട് ഓഫ് ദിസ് വി ക്യാൻ യൂസ് ജങ്കേസ് കലോറിമീറ്റർ. ജങ്കേസ് കലോറിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കലോറിമീറ്റർ ആ ഒരു കലോറിഫിക് വാല്യൂ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ആ ഒരു ജങ്കേസ് കലോറിമീറ്ററിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയുള്ള കോമ്പണൻസ് ഉണ്ട്. നമുക്ക് ഫിഗർ ഒന്നും നമുക്ക് വരി ചെയ്യേണ്ട കാര്യമില്ല, ഫിഗർ അറിയേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് വേണ്ടത് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻ്റ്, അതായത് ജങ്കേസ് കലോറിമീറ്റർ ആണ് ഈ ഒരു ഗേഷ്യസ് ആയിട്ടുള്ള കോമ്പണൻസിൻ്റെ, ഗേഷ്യസ് ആയിട്ടുള്ള ഫ്യൂവൽസിൻ്റെ കലോറിഫിക് വാല്യൂ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പോയിൻ്റ് അറിഞ്ഞിരിക്കണം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് പെർ ചാൾസ് ലോ അനുസരിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ചാൾസ് ലോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? V പ്രപ്പോർഷണൽ ടു T എന്നാണ്. അതായത് വോളിയം പ്രപ്പോർഷണൽ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ വോളിയം കൂടും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻ ദിസ് ഇക്വേഷൻ B എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. അതായത് V/T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഓർ P ഈക്വൽ ടു P കെപ്പ് കോൺസ്റ്റൻറ്റ്. പിയുടെ പ്രഷറിന് ഞാൻ കോൺസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം പ്രപ്പോർഷണൽ ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ്. നമുക്കറിയാം വാട്ടറിന് ഒരു ഡെൻസിറ്റി നമ്മളെപ്പോഴും പറയാറുണ്ട്, വാട്ടർ ഡെൻസിറ്റി 1000 kg/m³. പക്ഷേ നമ്മൾ പറയണം ഇറ്റ് ഈസ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ആ ഒരു 1000 kg/m³ എന്നുള്ള വാല്യൂ പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിൻ്റെ മാക്സിമം ഡെൻസിറ്റി. അതിൽ കൂടുതൽ ഡെൻസിറ്റി വാട്ടറിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടെമ്പറേച്ചറിലാണ്? ഇറ്റ് ഈസ് ഇൻ 4 ഡിഗ്രി സെൽഷ്യസ്. ഈ 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ 1000 kg/m³ എന്നുള്ള വാല്യൂ, വാട്ടറിന് ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ ഒരു ഗ്രാഫാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് വരുന്നു. ടെമ്പറേച്ചർ വെൻ ഇറ്റ് റീച്ചസ് ദ 4 ഡിഗ്രി സെൽഷ്യസ് വി ആർ ഗെറ്റിംഗ് ദ മാക്സിമം ഡെൻസിറ്റി. ഇവിടെ നമ്മൾ gram/cm³ ആണ് ഒരു യൂണിറ്റ് കൊടുത്തേക്കുന്നത്. പക്ഷേ kg/cm³ ആകുമ്പോൾ kg/m³ ആകുമ്പോൾ 1000 ആവും ആൻസർ വരുന്നത്. 4 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലാണ് മാക്സിമം ഡെൻസിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതായിരുന്നു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു 10 ക്വസ്റ്റ്യൻസ്. ഇത് ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി തെർമോഡൈനാമിക്സിനകത്ത് തന്നെ കുറച്ചുകൂടെ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, തിയറി ഓഫ് മെഷീൻസ് ഉണ്ട്, മെഷീൻ ഡിസൈനുണ്ട്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരു കടൽ പോലെയുള്ള ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അത് എല്ലാ സിലബസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു ചാനലുമായിട്ട് നിങ്ങൾ കീപ്പ് ഇൻ ടച്ച് ആയി നിൽക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾ മറക്കാതെ തന്നെ കാണുക. താങ്ക് യു.